ബി.ജെ.പിയെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം പ്രകാശ് ജാവ്ദേക്കറാണ് കോർ കമ്മിറ്റി യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്നലെയാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൌൺസിലിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മുഴപ്പിലങ്ങാട് ബി.ജെ.പി പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച് കോടതി. 8 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2 മുതൽ 6 വരെ പ്രതികൾക്കും 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 11ാം പ്രതിക്ക് 3 വർഷം തടവ് ശിക്ഷയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. TP കേസ് കുറ്റവാളി TK രജീഷ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ PM മനോജിന്റെ സഹോദരൻ മനോരാജ് ഉൾപ്പെടെയുള്ളവർക്കാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 1ാം പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 11ാം പ്രതിക്ക് 3 വർഷം തടവാണ് ശിക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദുർബോധം പരാമർശം നടത്തിയതിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ MP-യും. 3ാമതും ദുർബോധം വരുമെന്നാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇതിന് പിന്തുണയുമായാണ് ഇപ്പോൾ യുവ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയനെ KC വേണുഗോപാൽ ദേവൻ തമ്പുരാൻ എന്ന് വിളിക്കണോ എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത്. ആശാവർക്കർമാരുടെ അതിജീവന സമരത്തെ പോലും ആക്ഷേപിച്ച് അവരെ പട്ടിണിക്കിടുന്ന ഈ ദുർഭരണം ജനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഷാഫി പറമ്പിലിന്റെ പോസ്റ്റിൽ പറയുന്നു. വാളയാർ കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കേസിൽ മാതാപിതാക്കളെ പ്രതി ചേർത്ത CBI നടപടിക്കെതിരെയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. CBIയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്നും തുടരന്വേഷണം നടത്തണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. നരേന്ദ്രമോദിക്ക് വേണ്ടി നമ്മൾ കേരളം മൊത്തം എടുക്കുവാൻ പോകുന്നുവെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സൈദ്ധാന്തികമായ തയ്യാറെടുപ്പ് ജനങ്ങൾ നടത്തിയിരിക്കുന്നു. ആ പാറ്റേൺ K. സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിന് കൈമാറിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പല പ്രദേശങ്ങളും നമ്മൾ എടുക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളം മൊത്തം എടുക്കാൻ പോകുന്നു. അമിത്ഷായ്ക്ക് വേണ്ടി, നിർമ്മല സീതാരാമനും വേണ്ടി, മറ്റ് BJP നേതാക്കൾക്കും വേണ്ടി കേരളം എടുക്കാൻ പോവുകയാണ്. ആ ഊർജം കൊണ്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാർലമെന്റ് MPമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പ്രതിമാസ ശമ്പളം 1 ലക്ഷം രൂപയിൽ നിന്ന് 1,24,000 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. പ്രതിമാസ ശമ്പളത്തിൽ നിന്ന് 24,000 രൂപയുടെ വർധനവാണ് ഇതോടെ MPമാർക്ക് ലഭിക്കുക. അലവൻസ്, പെൻഷൻ തുക എന്നിവയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും പ്രതിമാസ പെൻഷൻ 25,000 രൂപയിൽ നിന്ന് 31,000 രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട്. ഔദ്യോഗിക വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ ചുമതലകളിൽ നിന്ന് മാറ്റി. സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. എന്നാൽ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. തെലുങ്ക് സിനിമകളിലെ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന നൃത്തച്ചുവടുകൾക്കെതിരെ തെലങ്കാന വനിതാ കമ്മീഷൻ. ഇത്തരം ഗാനങ്ങളും രംഗങ്ങളും തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് തെലങ്കാന സംസ്ഥാന വനിതാ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തെലങ്കാന സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ശാരദ നെല്ലരെയാണ് അടുത്തിടെ ഇറക്കിയ പാട്ടുകളെക്കുറിച്ച് ആശങ്ക ഉന്നയിച്ച ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്. ഗസ മുനമ്പിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ. ഗസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം പുനരാരംഭിച്ചതിൽ താൻ ദുഃഖിതനാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരമായി ആയുധങ്ങൾ താഴെ വെച്ച് സമാധാന ചർച്ച പുനരാരംഭിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു.